ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വെറും 2 സ്റ്റെപ്പിൽ നമുക്കൊരു കൊറിയൻ ഫേസ് മാസ്ക് ഇടാം. കൊറിയൻ സ്കിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭയങ്കര ഗ്ലോയിങ് ആയിട്ടുള്ളൊരു സ്കിന്നായിരിക്കും ഈ കൊറിയൻ സ്കിന്ന് എന്ന് പറയുന്നത്. അതായത് ഗ്ലാസ് സ്കിന്ന് എന്നെല്ലാം പറയും ഈ കൊറിയൻകാരുടെ സ്കിന്നിനെ കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്കിന്ന് നമുക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മുടെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് ഈ ഒരു കൊറിയൻ ഫേസ് മാസ്കിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കുറേക്കാരുടെ ചർമ്മത്തിൻ്റെ തിളക്കം കണ്ട് പൊതുവേ നമ്മൾ പെണ്ണുങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. എങ്ങനെയാണ് ഇത്രയും തിളക്കം ഉള്ള ചർമ്മം ലഭിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ചർമ്മം നല്ല ക്ലിയറായി ഇരിക്കുന്നത് പലരെയും ആശ്ചര്യപ്പെടുത്താറുണ്ട്. അത്രയും ഗ്ലോയിങ് ആണ് അവരുടെ സ്കിന്ന് എന്ന് പറയുന്നത്. ചർമ്മത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും നല്ല രീതിയിലുള്ള സംരക്ഷണം നമ്മൾ ഉറപ്പാക്കേണ്ടത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചർമ്മത്തിൻ്റെ നല്ല തിളക്കവും ഭംഗിയും കൂട്ടാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു സിമ്പിൾ കൊറിയൻ മാസ്കാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിന് 2 സ്റ്റെപ്പായിട്ടാണ് ഈ പാക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട സാധനം അരിപ്പൊടിയാണെന്ന് പറഞ്ഞ് കുറേക്കാരുടെ ചർമ്മ സംരക്ഷണത്തിലെ പ്രധാന ചേരുവകളിൽ ഒന്ന് പറയുന്നത് അരിയും അരിപ്പൊടിയുമാണ്. അരി കഴുകിയ വെള്ളം, അതുപോലെ തന്നെ പിന്നെ അരി കഴുകിയ വെള്ളം കൊണ്ടുള്ള ഒരുപാട് ടോണേഴ്സ് ഞാൻ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കുക കേട്ടോ. ഇത് ചർമ്മ സംരക്ഷണത്തിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ റൈസ് എന്ന് പറയുന്നത്. അതുപോലെ കഞ്ഞിവെള്ളവും ചർമ്മത്തിന് മുടിക്കും ഒക്കെ വളരെ നല്ലതാണ്. ചർമ്മത്തിൻ്റെ പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ് അരി കേട്ടോ. ചർമ്മത്തിലെ കൊളാജൻ ഉൽപ്പാദനം കൂട്ടാനും അതുപോലെ തന്നെ നമ്മളെ ചർമ്മം നല്ല തുടിപ്പോടെയും ഭംഗിയോടെയും വെക്കാനും അരി വളരെയധികം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്ന്, വരണ്ട ചർമ്മത്തെ നേരെയാക്കാനും അരി സഹായിക്കും. പിന്നെ വേണ്ടത് നമുക്ക് തേനാണ് കേട്ടോ. ചർമ്മത്തിന് തിളക്കം കൂട്ടാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ചൊരു ചേരുവയാണ് തേന്. ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ തന്നെ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ നമ്മളെ ചർമ്മത്തിന് വളരെ നല്ലതാണ്. ചർമ്മവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും മാറ്റാൻ നമ്മൾ തേൻ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് വരുന്ന സുഷിരങ്ങളെ വൃത്തിയാക്കിയിട്ട് ചർമ്മത്തിലെ പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ നമ്മളെ തേന് സഹായിക്കും. ചർമ്മത്തിന് നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ് തേൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക, ജലാംശം നിലനിർത്താനും തേൻ ഒരുപാട് സഹായിക്കും. പിന്നെ അടുത്തൊരു സാധനം എന്ന് പറയുന്നത് കറ്റാർവാഴയാണ്. നല്ല കണ്ണാടി പോലുള്ള ചർമ്മം വേണമെങ്കിൽ ചർമ്മത്തിന് കറ്റാർവാഴ വളരെ പ്രധാനമാണ്. ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് കറ്റാർവാഴ. മുഖക്കുരു പാടുകൾ, നിറം വ്യത്യാസം എന്നിവയെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് കറ്റാർവാഴ നമ്മളെ ഒരുപാട് സഹായിക്കാറുണ്ട്. മുഖക്കുരു വന്ന പാടുകൾ മാറാൻ ഏറ്റവും നല്ലൊരു സാധനമാണ് കറ്റാർവാഴ കേട്ടോ. ഇതിലെ പല ഘടകങ്ങളും നമ്മളെ ചർമ്മത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ചർമ്മത്തിൻ്റെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന കൊളാജൻ ഉൽപ്പാദനം കൂട്ടാൻ വളരെ നല്ലതാണ് കറ്റാർവാഴ, അലോവേര. കൂടാതെ ചർമ്മത്തിൻ്റെ ചുവപ്പും അതുപോലെയുള്ള പ്രശ്നങ്ങൾ മാറാനും കറ്റാർവാഴ വളരെ നല്ലതാണ്. പിന്നെ വേറൊരു സാധനമാണ് പാല്. ചർമ്മത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മികച്ചൊരു ക്ലെൻസറാണ് പാല്. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പല ഗുണങ്ങളും ചർമ്മത്തിന് വളരെയധികം ആവശ്യമാണ്. തിളപ്പിക്കാത്ത പാല് വേണം ചർമ്മ സംരക്ഷണത്തിനായി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഫേസ് പാക്കെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും തിളപ്പിച്ച പാലല്ല ഒഴിക്കാറ്, പച്ചപ്പാലാണ് ഒഴിക്കാറ്. നാച്ചുറൽ മോയ്സ്ചറൈസറായി പ്രവർത്തിക്കാൻ പാല് വളരെ നല്ലതാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് ചർമ്മത്തിലുള്ള ഡെഡ് സെൽസിനെ പുറന്തള്ളി ചർമ്മത്തെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഏറെ സഹായിക്കും. അതുപോലെ തന്നെ മുഖക്കുരു അതുപോലെ ഉണ്ടാകുന്ന വീക്കം കുറക്കാനെല്ലാം പാല് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ പാക്ക് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് പാക്കിനായി 2 ഘടകമായി ചെയ്യേണ്ടത് ഞാൻ ആദ്യത്തിലെ പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂണ് അരി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. ഇനി 1 മണിക്കൂറിന് ശേഷം ഈ അരിയും വെള്ളവും വേർതിരിച്ചെടുക്കുക. ഇനി അരി നന്നായി അരച്ചെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് തേനും കറ്റാർവാഴ ജെല്ലും അല്പം തണുത്ത പാലും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ മാസ്ക് മുഖത്തും കഴുത്തിലും എല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 20 മിനിറ്റിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി നേരത്തെ മാറ്റി വെച്ച അരി കുതിർത്ത വെള്ളം ഉണ്ടല്ലോ, അതിൽ കുറച്ച് റോസ് വാട്ടറും കൂടിയും മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടൺ ഉപയോഗിച്ച് നമുക്ക് മുഖത്തിടാം. ഇത് നല്ലൊരു ടോണറായിട്ടും പ്രവർത്തിക്കുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു 2 സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയൻ സ്കിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇനി ഇത് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഞാൻ തയ്യാറാക്കിയിടുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ആ ഒരു പാക്ക് തയ്യാറാക്കിയിടുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.